ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായിയെ കാണണമെന്നും അദ്ദേഹവുമായി ചർച്ച നടത്തണമെന്നും ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചു. പിശാചുക്കൾക്ക് ഇറാൻ വിരുന്ന് കൊടുക്കാറില്ല എന്ന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പോൾ നേരിട്ട് കൊണ്ടുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചകം പറയുന്നത് വല്ലാത്ത രീതിയിൽ ദയനീയ അവസ്ഥയാണ് അമേരിക്കയുടേത് എന്ന തരത്തിലാണ്. കുവൈറ്റിൻ്റെ കുവൈറ്റിന് നേരെ ആക്രമണം നടന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന സംവിധാനം തന്നെ മാറിയിരിക്കുന്നു. മാത്രമല്ല, കുവൈറ്റുമായി ഇപ്പോൾ നിലവിൽ അമേരിക്കക്ക് നല്ലൊരു സൗഹൃദ ബന്ധമല്ല ഉള്ളത്. കാര്യം, തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം വന്നു, തങ്ങളുടെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആ എയർപോർട്ടിന് നേരെ ആക്രമണം വന്നു. ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇറാൻ മാറി. അത് അമേരിക്കയാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് പറയുകയും ചെയ്തതോടുകൂടി സ്ഥിതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതോടനുബന്ധിച്ചാണ് ഈ മുജ്തബ അലി ഖംനായി എന്ന് പറയുന്നത് അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ഖംനായിയുടെ മകനാണ്. ഖംനായിയും ആ കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ്, അല്ലെ തങ്ങളാണ് അത് ചെയ്തത് എന്ന് അഭിമാന പുരസ്കാരം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവിധ തടസ്സങ്ങളും നീക്കപ്പെട്ടിരിക്കുന്നു. ഇനി പുതിയൊരു യുഗപ്പിറവിയാണ് ഇറാനികൾക്ക് വരാനുള്ളത്. ഞങ്ങൾ അതിന് നേതൃത്വം നൽകും എന്നുള്ളതാണ് ഖംനായിയുടെ മരണത്തോടനുബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തോടനുബന്ധിച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ ആഘാതവും പ്രയാസവും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിന്നീട് രണ്ടാമത് മുജ്തബ അലി ഖംനായി ആത്മീയ നേതാവായിട്ട് അധികാരമേൽക്കുന്നു. അധികാരമേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അത് ജനങ്ങളുമായിട്ട് സംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പലതരത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അത് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും പുറത്തിറക്കുകയും ജനങ്ങളോട് അത് പറയുകയും ചെയ്തു. അവിടുത്തെ പൗരന്മാരോട്